ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ക്യാൻസർ മാർക്കേഴ്സിനെ പറ്റിയാണ്. അതായത് ആണുങ്ങളിൽ ക്യാൻസർ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകളെ പറ്റിയാണ്, ക്യാൻസർ മാർക്കേഴ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ക്യാൻസർ എന്ന് പറയുന്നത് വളരെ വൈകി തിരിച്ചറിയുന്ന ഒരു അസുഖം തന്നെയാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് അത് കണ്ടെത്താൻ സാധിക്കാത്തത് മൂലം അസുഖം മൂർച്ഛിക്കുന്നതായിട്ടുമുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ക്യാൻസർ മാർക്കേഴ്സ് ടെസ്റ്റ് ഉണ്ട്. അത് മെയിൽസിലുണ്ടാകുന്ന ക്യാൻസറുകൾ പലതരമുണ്ട്, ഫീമെയിൽസിലുണ്ടാകുന്ന ക്യാൻസറുകളും പലതരമുണ്ട്. അതിനുള്ള ടെസ്റ്റുകളും പ്രത്യേകമാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മെയിൽസിലെ ക്യാൻസർ മാർക്കേഴ്സ് അഥവാ ക്യാൻസർ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ്. ക്യാൻസർ മാർക്കർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു അബ്നോർമലായിട്ട് ഫോം ചെയ്യുന്ന ക്യാൻസർ സെല്ലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ്. അപ്പോൾ ക്യാൻസർ മാർക്കർ അഥവാ ട്യൂമർ മാർക്കർ, അതിൽ ആദ്യമായി പറയുന്നത് CA19-9 ആണ്. അപ്പോൾ ഇത് സാധാരണയായിട്ട് കൂടുന്നത് എന്തിൻ്റെ ക്യാൻസർ മാർക്കറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ ആണ്. ഇത് മെയിൽസിലെന്നില്ല, ഫീമെയിൽസിലായിക്കോട്ടെ പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഓർഗൻ ഉണ്ട്. അപ്പം അതിനുണ്ടാകുന്ന ക്യാൻസറിൽ അളവിൽ കൂടുതൽ ഇത് കൂടുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ ആണെന്നൊരു ഇത് പറയാം. പക്ഷേ എങ്കിൽ തന്നെയും നോൺ ക്യാൻസറസ് ആയിട്ടുള്ള പല കണ്ടീഷനുകളിലും ഇത് കൂടി കാണാറുമുണ്ട്. അപ്പോൾ ക്യാൻസർ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അത് ഉറപ്പിക്കുന്നത് സ്കാനിങ്ങിലൂടെയും MRIയിലൂടെയും ഒക്കെയാണ്. അല്ലാതെ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷനുകളും ചില കേസുകളിൽ ഇത് കൂടി കാണാറുണ്ട്. അപ്പോൾ CA19-9 എന്ന് പറഞ്ഞാൽ പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ മാർക്കറാണ്. പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഓർഗൻ എന്തിനാണ്? പാൻക്രിയാസിന് ആണ് നമുക്കിവിടെ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലേ? പാൻക്രിയാസ് പലതരത്തിലുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അമൈലേസ്, ലൈപ്പേസ് പോലുള്ള എൻസൈമുകൾ. അപ്പോൾ നാം കഴിക്കുന്ന ഫുഡിനെ ആ എൻസൈംസ് ആണ് വന്ന് ദഹിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടാതെ പാൻക്രിയാസ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? അതായത് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ എന്നൊക്കെ പറയുന്ന ഹോർമോണുകൾ. നമ്മുടെ ശരീരത്തിലെ നാം കഴിക്കുന്ന ഫുഡിൽ നിന്നുണ്ടാകുന്ന ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റ്, അപ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ്, അല്ലേ? അപ്പോൾ ഇൻസുലിൻ്റെ അഭാവം മൂലമാണ് ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് അമിതമായിട്ട് കൂടുന്നത്. അപ്പോൾ ആ ഇൻസുലിൻ അവിടെ കൺട്രോളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഗ്ലൂക്കോസിനും കുഴപ്പമൊന്നും വരത്തില്ല, അതിന് കൺട്രോളായി തന്നെ നിൽക്കും. അപ്പോൾ പാൻക്രിയാസിന് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് മെയിനായിട്ട് പാൻക്രിയാറ്റിക് ക്യാൻസറിന് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിസ്, അതായത് ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ ഒരുപാട് ക്രമാതീതമായിട്ട് കൂടും. അതുപോലെ തന്നെ വിശപ്പില്ലായ്മ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു ലക്ഷണമാണ്. അതുപോലെ ശരീരത്തിൻ്റെ ഭാരം കുറയുക, ജോണ്ടിസ്, ഇതൊക്കെയാണ്. ജോണ്ടിസ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ബൈൽഡക്റ്റിൽ ഈ അതിൻ്റെ ഫ്ലോയെ തടസ്സം വരുമ്പോൾ അവിടെ ബൈൽ അക്യുമുലേറ്റ് ചെയ്യുകയും അവിടെ ജോണ്ടിസ് ആയിട്ട് മാറുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ക്യാൻസറസ് കണ്ടീഷനുകളിൽ പാൻക്രിയാറ്റിക് ക്യാൻസറിൽ മെയിനായിട്ട് CA19-9 കൂടാറുണ്ട്. അതുകൂടാതെ ബിലിയറി, ഗ്യാസ്ട്രിക്, കോളോറക്ടൽ എന്നീ പറയുന്ന ക്യാൻസറുകളിലും CA19-9 കൂടാറുണ്ട്. ഇതല്ലാതെ തന്നെ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ക്യാൻസർ അല്ലാത്ത കണ്ടീഷനുകളിലും ചില കേസുകളിൽ ഇതിൻ്റെ ലെവൽ കൂടി കാണാറുമുണ്ട്. ഇത് കൂടാതെ ഉണ്ടാകുന്ന നോൺ ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ എന്നാണ്. പാൻക്രിയാസിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ പറയുന്നതാണ് പാൻക്രിയാറ്റൈറ്റിസ്. അത് പല കാരണങ്ങൾ കൊണ്ട് പാൻക്രിയാസിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജോണ്ടിസ്, പിന്നെ ഇത് കൂടാതെ കൊളാഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈൽ ഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ബൈൽ ലിവറിൽ നിന്നും ഗാൾ ബ്ലാഡറിൽ നിന്നും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കുന്ന ഒരു ഇതാണ് ബൈൽ സിസ്റ്റം ചെയ്യുന്നത്. അപ്പം ആ ബൈലെന്ന് പറയുന്നത് നമ്മുടെ നാം കഴിക്കുന്ന ആഹാരത്തിലുള്ള ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ബൈൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ബൈൽ ഡക്റ്റിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് കൊളാഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അത് കൂടുതലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലമൊക്കെയാണ് ഈ കൊളാഞ്ചൈറ്റിസ് കാണാറുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ, പാൻക്രിയാസിനെ റിലേറ്റഡ് ആയിട്ടൊക്കെ വരുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷനുകളിലും ഈ CA19-9 അളവ് കൂടാറുണ്ട്. ഇതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 37 യൂണിറ്റ് പെർ ml താഴെ ആയിരിക്കണം ഇതിൻ്റെ
നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. അതായത് നോർമൽ വാല്യൂ അത്രയാണ്, അതിൽ കൂടാൻ പാടില്ല. അപ്പോൾ അത് ഒരുപാട് കൂടുമ്പോഴാണ് അത് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണോ, അല്ലെങ്കിൽ ലക്ഷണങ്ങളൊക്കെ വെച്ചും സ്കാനിങ്ങിൻ്റെ ആസ്പദമാക്കിയും പിന്നെ അതിനുശേഷം ബയോപ്സിയും ഇതെല്ലാം വെച്ചിട്ടാണ് ക്യാൻസർ ആണോ ഇല്ലയോ എന്നുള്ളത് പറയുന്നത്. പിന്നെ അടുത്തതായി പറയുന്നത് CEA പറ്റിയാണ്. അപ്പം CEA എന്ന് പറഞ്ഞാൽ കാസിനോ എംബ്രിയോണിക് ആൻറ്റിജൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ CA എന്ന് പറയുന്ന ക്യാൻസർ മാർക്ക് എന്ന് പറയുന്നത് പ്രോട്ടീനാണ് അല്ലേ. ക്യാൻസർ മാർക്കേഴ്സ് എല്ലാം തന്നെ ഒരു പ്രോട്ടീനാണ്. അപ്പം ഇത് ക്യാൻസർ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇത് സാധാരണയായി കാണുന്നത് CA എന്ന് പറഞ്ഞാൽ സാധാരണയായി കാണുന്നത് ഫീറ്റൽ ഡെവലപ്മെൻറ്റ് ടൈമിലാണ്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഈ CAയുടെ ലെവൽ കൂടുതലായിട്ട് കാണപ്പെടും. അതേസമയം അത് വളരും തോറും ആഫ്റ്റർ ബർത്ത് വളരും തോറും ഇതിൻ്റെ ലെവൽ കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ഫീറ്റൽ ഡെവലപ്മെൻറ്റ് സമയത്ത് ഈ CAയുടെ ലെവൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ അഡൽട്ടിൽ ഇത് കൂടുതലായി കാണപ്പെടുന്നത്, അഡൽട്സിൽ പ്രായമായവരിൽ കൂടുതലായി കാണപ്പെടുന്നത് ക്യാൻസറിലോ അല്ലെങ്കിൽ മറ്റ് കണ്ടീഷനുകളിലോ ആയിരിക്കും. അപ്പോൾ ഇത് സാധാരണയായി CA എന്ന് പറഞ്ഞാൽ സാധാരണയായി ഉള്ള ഒരു ക്യാൻസർ ടെസ്റ്റ്. ഇത് കോളോറെക്ടൽ ക്യാൻസറിൻ്റെ ഒരു ക്യാൻസർ മാർക്കറാണ്. കോളോറെക്ടൽ എന്ന് പറഞ്ഞാൽ കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടൽ. അപ്പോൾ കുടലിനും മലദ്വാരത്തിനും അവിടെയായിട്ടുണ്ടാകുന്ന ക്യാൻസറുകളിലാണ് കൂടുതലായിട്ടും ഈ CA കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കോളോറെക്ടൽ ക്യാൻസറിലാണ് CA സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇതുകൂടാതെ ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, ഗ്യാസ്ട്രിക് ക്യാൻസർ എന്നീ ക്യാൻസറുകളിലും അതുപോലെ തന്നെ മെഡുലറി തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ പാരാഫോളിക്കുലാർ സെൽ എന്ന് പറഞ്ഞ ഒരു സെല്ലുണ്ട്. അത് ഒരു എൻഡോക്രൈൻ സെല്ലാണ്. അപ്പോൾ ഈ പാരാഫോളിക്കുലാർ സെല്ലിൽ നിന്നാണ് കാൽസിറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കാൽസിറ്റോണിനാണ് കാൽസ്യം മെറ്റബോളിസത്തിനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ പാരാഫോളിക്കുലർ സെല്ലിലുണ്ടാകുന്ന ക്യാൻസറാണ് മെഡുലറി തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പം പലതരം ക്യാൻസറുകളിലും ഈ CAയുടെ ലെവൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇത് കൂടുതലായിട്ടും നോൺ സ്മോക്കേഴ്സിലാണെങ്കിൽ, അതായത് ഇവിടെ നോൺ സ്മോക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൂടുതലായിട്ടും ലങ് ക്യാൻസറിൽ ഇത് റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പം സ്മോക്കേഴ്സിലാണെങ്കിൽ അല്ലെങ്കിൽ നോൺ സ്മോക്കേഴ്സിലാണെങ്കിൽ നോർമൽ വാല്യൂ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നോൺ സ്മോക്കേഴ്സിൽ 5 നാനോഗ്രാം/ml, സ്മോക്കേഴ്സിൽ 10 നാനോഗ്രാം/ml ആണ്. അപ്പോൾ കോളോറെക്ടൽ ക്യാൻസറിൽ ആണ് CAയുടെ ലെവൽ സാധാരണയായി കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത് കൂടാതെ നോൺ ക്യാൻസറസ് കണ്ടീഷനിലായ സ്മോക്കിങ് അമിതമായിട്ടുള്ളവരിൽ കൂടുതലായിട്ടുള്ളവരിൽ ചില കേസുകളിൽ മാത്രം ഇത് CAയുടെ ലെവൽ കാണപ്പെടാറുണ്ട്. അതുപോലെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ഈ ബവലിനുണ്ടാകുന്ന ഇൻഫ്ലമേഷന്, അപ്പം അതിലൊക്കെ ഈ CA അതിലെന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടാകാം. അതൊക്കെ കൊണ്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയാണെങ്കിലും, അതുപോലെ തന്നെ പാൻക്രിയാറ്റൈറ്റിസിൽ, ലിവർ ഡിസീസിൽ, അതുപോലെ തന്നെ മറ്റ് ഇൻഫ്ലമേറ്ററി കണ്ടീഷനുകളിലും CA ലെവൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാ നോൺ ക്യാൻസറസ് കണ്ടീഷനിലും കൂടുമെങ്കിലും മെയിനായിട്ട് അത് അമിതമായി കൂടുന്ന ക്യാൻസറുകളിലായിരിക്കും. അടുത്തതായി AFP എന്ന് പറയുന്ന ക്യാൻസർ മാർക്കർ, അതിൻ്റെ ഫുൾ ഫോം ആൽഫ ഫീറ്റോപ്രോട്ടീൻ എന്നാണ്. ആൽഫ ഫീറ്റോപ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറും അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ ടൈമിൽ ഫീറ്റസിൻ്റെ യോക്ക് സാക്കിൽ നിന്നുമാണ് ഈ AFP സാധാരണയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെവൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ലിവർ ക്യാൻസറിലും ലിവർ ഡിസീസിലും ഇത് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. ഇത് കൂടാതെ ഹെപ്പാറ്റോസെല്ലുലാർ കാസിനോമ, ഹെപ്പാറ്റോ മീൻസ് ലിവർ എന്നാണ്, അതായത് ലിവർ സെല്ലിനുണ്ടാകുന്ന കാസിനോമ, അത് തന്നെയാണ് ലിവർ ക്യാൻസർ. അപ്പോൾ ഹെപ്പാറ്റോസെല്ലുലാർ കാസിനോമ, ജേം സെൽ ട്യൂമർ, അതുപോലെ തന്നെ പാൻക്രിയാറ്റിക്, ഗ്യാസ്ട്രിക്, ലങ് ക്യാൻസർ എന്നിങ്ങനെയുള്ള ക്യാൻസറുകളിലും ഇത് കാണപ്പെടുന്നു. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ലിവർ ക്യാൻസറിലാണ് AFP സാധാരണയായി കൂടി കാണപ്പെടുന്നത്. ഇത് കൂടാതെ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള, അതായത് ക്യാൻസർ അല്ലാത്ത കണ്ടീഷൻ, ലിവർ ഡിസീസ്, നമുക്കറിയാം സിറോസിസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലിവറിനുണ്ടാകുന്ന ഏറ്റവും ഫൈനൽ സ്റ്റേജ് ഉള്ള കണ്ടീഷനാണ് അല്ലേ, ഫ്ലൂയിഡ് ഫില്ലായി അങ്ങനെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ലിവർ
പിന്നെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആവത്തേ ഇല്ല. അപ്പോൾ സിറോസിസിൽ, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ വൈറസ് മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസുകളും, ഇതിനകത്തെല്ലാം ഈ AFPയുടെ ലെവൽ ചില കേസുകളിൽ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി കേസുകൾ, അത് ചില കേസിലേ ഉള്ളൂ ഞാൻ ഈ പറയുന്നത്. ഇത് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇന്നതിലുണ്ടാവണമെന്നില്ല. അപ്പോൾ നോൺ ക്യാൻസറസ് കണ്ടീഷനുകളിലെല്ലാം തന്നെ ഈ AFP കൂടുതലായി കാണപ്പെടാറുണ്ട്. ഇതിൻ്റെ നോർമൽ വാല്യൂ 10 നാനോഗ്രാം/ml താഴെ വരാവൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാലാണ് ഒരുപാട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സിറോസിസ് ഉള്ളവരിലും AFPയുടെ ലെവൽ കാണിക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ലിവർ ക്യാൻസർ, ഹെപ്പാറ്റോസെല്ലുലാർ കാർസിനോമയിലാണ് സാധാരണയായിട്ട് കാണുന്നത്. അടുത്തതായി PSA, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ. അപ്പോൾ PSA എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽസിൽ ഉള്ള പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നാണ്. അപ്പോൾ പ്രോസ്റ്റേറ്റിനുണ്ടാകുന്ന ട്യൂമറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം മൂലമോ PSA കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. ഇത് കൂടാതെ പ്രോസ്റ്റൈറ്റൈറ്റിസ്, അതായത് പ്രോസ്റ്റേറ്റിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേഷ്യ, അതുപോലെ തന്നെ പ്രോസ്റ്റാറ്റിക് ഇജാക്കുലേഷനിലൊക്കെ ഈ PSAയുടെ ലെവൽ കൂടുതലായി കാണപ്പെടാറുണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സ്പെസിഫിക് മാർക്കറാണ് PSA. ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേഷ്യ എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. അതായത് ഇങ്ങനെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ളവരിൽ സാധാരണയായിട്ട് യൂറിൻ്റെ ഫ്ലോ തടസ്സപ്പെടും. അത് പ്രോസ്റ്റേറ്റിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലും അതൊരു 60 അബോവ് ആയിട്ടുള്ള ആൾക്കാരിലൊക്കെയാണ് കൂടുതലായിട്ടും ഇതിനുള്ള ചാൻസ്. അപ്പം എന്തെങ്കിലും സ്കിന്ന് കയറി ഉണ്ടാകുന്ന ഇതൊക്കെ ആണെങ്കിൽ തന്നെയും അത് യൂറിൻ ഉണ്ടാകുന്ന ഫ്ലോ തടസ്സപ്പെടും. അങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് വഴിയും അവിടെ ഒരു ഇൻഫെക്ഷൻ ഫോം ചെയ്യും. അതുവഴിയും PSA കൂടാറുണ്ട്. പിന്നെ അല്ലാതെ പ്രോസ്റ്റേറ്റിനകത്ത് ട്യൂമർ വരുമ്പോഴാണ്, അതായത് ക്യാൻസറായിട്ട് വരുമ്പോഴും, അത് മാലിഗ്നൻ്റ് ആണെങ്കിലും ബിനൈൻ ആണെങ്കിലും ചില കേസുകളിൽ PSA കൂടുതലായി കാണപ്പെടാറുണ്ട്. സ്പെസിഫിക് ആയിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ മാർക്കറാണ്. നോൺ ക്യാൻസറസ് കണ്ടീഷനുകളിലും ഇതുണ്ടാകുന്നു. അപ്പോൾ യൂറിനുള്ള ഫ്ലോ തടസ്സപ്പെടുകയും യൂറിനിൽ കൂടെ ബ്ലഡ് വരികയും ഇതൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റാറ്റിക് ഇജാക്കുലേഷൻ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും ടെസ്റ്റുകൾ പോലൊക്കെ എക്സാം ചെയ്യുകയാണെങ്കിലും ആ സമയത്തൊക്കെ ഇതിൻ്റെ ലെവൽ കൂടുതലായിട്ട് കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സിയുടെ കേസിൽ ഈ കോളോറക്ടൽ ക്യാൻസർ ആയതുകൊണ്ട് തന്നെ മോഷൻ, അതായത് സ്റ്റൂള് പോകുമ്പോൾ അതിന് കളർ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ബ്ലഡ് കലർന്ന കളറും ബ്ലാക്ക് കളറും ഒക്കെ വരുന്നതും, അതുപോലെ തന്നെ വിശപ്പില്ലായ്മയൊക്കെ വരുന്നതും, ഇതെല്ലാം കൊളോറക്ടൽ ക്യാൻസറിൻ്റെ ഒരു സിംറ്റംസ് ആണ്. മെയിനായിട്ട് ബ്ലഡ് കലർന്ന് മോഷനിൽ കൂടെ പോകുകയും അതുപോലെ തന്നെ സ്റ്റൂളിനകത്ത് ബ്ലാക്ക് കളർ കാണിക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കാണിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ, വയറിനുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. PSAയുടെ കാര്യം പറഞ്ഞു. PSAയുടെ നോർമൽ വാല്യൂ <4 നാനോഗ്രാം/ml ആണ്. ഇനിയും അടുത്തതായിട്ട് HCG എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്നാണ്. അപ്പോൾ ഇത് സാധാരണ HCG ഹോർമോൺ എങ്ങനെയാണ് വരുന്നത്? പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന, അതായത് ഒരു പ്രഗ്നൻ്റ് ആകുന്ന ടൈമിൽ ഈ HCG ഹോർമോൺ കൂടുതലാകുമ്പോഴാണ് പ്രഗ്നൻസി പോസിറ്റീവ് എന്ന് പറയുന്നത്. അതായത് പ്രഗ്നൻസിയിൽ നമ്മുടെ പ്ലാസൻ്റ കുഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്നതോടെ ഉണ്ടാകുന്നതാണ് പ്ലാസൻ്റ. ആ പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് HCG. അപ്പം ഈ HCG ഫീമെയിൽസിൽ പ്രഗ്നൻസി ടൈമിലാണ് കാണപ്പെടാറ്. അത് പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ മെയിൽസിൽ, ആണുങ്ങളിൽ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട്. അത് ടെസ്റ്റിസിനുണ്ടാകുന്ന ക്യാൻസർ, അഥവാ അതിനെ കോറിയോ കാസിനോമ എന്നാണ് പറയുന്നത്. അപ്പം ഫീമെയിൽസിലുണ്ടാകുന്നത് പ്രഗ്നൻസി കേസിലാണ്. പ്രഗ്നൻ്റ് ആകുമ്പോഴാണ് ഈ ഹോർമോണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. HCG, ബീറ്റ HCG ഇതൊക്കെ നമ്മൾ ബ്ലഡിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ഉണ്ടെന്ന് പറയാം. അതേസമയം ഇപ്പം ഒരു അബോർഷനൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഈ അബോർഷൻ ഉണ്ടായി ആ ഒരു ഫീറ്റസിൻ്റെ ആ ഒരു ഇത് പോയി എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ബീറ്റ HCG അന്നേരവും ചെയ്ത് നോക്കാറുണ്ട്. അതായത് ഈ ഹോർമോൺ ഉള്ളതുകൊണ്ടാണ് അവിടെ പോസിറ്റീവ് കാണിക്കുന്നത് അല്ലേ. അബോർഷൻ ആകുന്ന സമയത്ത് ആ ഒരു കുഞ്ഞില്ല, പോവായിട്ട് ഡിയാൻസി സംഭവിക്കുക. അപ്പോൾ ആ സമയത്ത് അത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കി ഇതിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ചാണ് അത്
കംപ്ലീറ്റ് ആയി സക്സസ് ആയെന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ട് DNC സംഭവിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ അത് അവർക്ക് തന്നെ അത് കേടായിട്ട് മാറാറുമുണ്ട്. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് β-HCG ടെസ്റ്റ് പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടും ചെയ്യാറുണ്ട്. അതുപോലെ DNC വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അതിനകത്ത് ഉള്ള അത് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്, അതായത് ഇതിൻ്റെ അളവ് കുറയുന്നത് വഴി അത് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനും പറ്റും. അത് ഫീമെയിൽസിലുള്ളത്. അതേസമയം മെയിൽസിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ടെസ്റ്റിക്കുലാർ കാർസിനോമ അഥവാ കോറിയോ കാസിനോമയിലാണ്. പിന്നെ അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളെല്ലാം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് മാസ്റ്റർ ഗ്ലാൻഡാണ് അല്ലേ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പം ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഹോർമോണിൻ്റെ അളവ് ശരീരത്ത് കൂടും. അത് ഫീമെയിൽസിലായിക്കോട്ടെ മെയിൽസിലായിക്കോട്ടെ ഇതിൻ്റെ അളവ് കൂടും. അപ്പം HCG എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്നാണ്. ഇതും മെയിൽസിൽ ചെക്ക് ചെയ്യുന്ന ഒരു ക്യാൻസർ മാർക്കറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൽസിലെ ഇതിനകത്ത് നമ്മുടെ ശരീരത്തിൽ പല ഓർഗനുകളിലും ക്യാൻസർ ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകൾ മാത്രമല്ല, ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടെസ്റ്റുകളുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രമേ ചെയ്ത് നോക്കാൻ പാടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ക്യാൻസർ ആണെന്ന് മാത്രമല്ല, പല നോൺ ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷനുകളിലും ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ക്യാൻസർ മാർക്കേഴ്സിലെല്ലാം മെയിൽസിലുണ്ടാകും. അതുപോലെ തന്നെ ഫീമെയിൽസിലും പലതരം ക്യാൻസർ മാർക്കേഴ്സ് ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിലുണ്ടാകുന്ന ക്യാൻസർ മാർക്കർ വേറെയാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഉള്ള ക്യാൻസർ മാർക്കേഴ്സും കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.